മായമോളെ പോലെ ഒരു കുട്ടിയെ കോലോത്തേക്ക് കിട്ടിയത് ഒരു ഭാഗ്യം തന്നെയാണ്, അല്ലേ കുട്ടിരാമ? സംശയം എന്തിരിക്കണു, പക്ഷെ ഭാഗ്യം അങ്ങോട്ട് നിർഭാഗ്യാവോന്ന് എന്റെ പേടി. അതെന്താ നീ അങ്ങനെ പറഞ്ഞത്? കുട്ടികളല്ലേ, നമ്മൾ എത്ര സൂക്ഷിച്ചാലും ഒരു നിമിഷം മതി എല്ലാം തകരാൻ. വേറെ ഏത് പെൺകുട്ടിയാണെങ്കിലും ഞാൻ പേടിച്ചേനെ. ഇപ്പോ ഉണ്ണിയേക്കാൾ വിശ്വാസം എനിക്ക് മായമോളയാ. മുത്തശ്ശി, ഞങ്ങളൊന്ന് പുറത്തു പോയി വന്നോട്ടെ. ആ, വൈകാതെ ഇനി എത്തിയേക്കണം. വേഗം വാ, വല്യമാവും പാര പണിതിന് മുമ്പ് നമുക്ക് പോവാം. അമ്മാവൻ എങ്ങോട്ടാ? നിങ്ങൾ എങ്ങോട്ടാ? ഞങ്ങൾ വെറുതെ ഒന്ന് കറങ്ങാൻ. കറങ്ങുമ്പോ വീഴാതിരിക്കാൻ ഒരാള് കൂടെ ഉള്ളത് നല്ലതാ. ഞങ്ങൾക്കൊരു പ്രൈവസി തരില്ലെന്ന് വെച്ചാൽ കുറച്ച് കഷ്ടാ. പ്രൈവസിക്ക് വേണ്ടിയിട്ടാ രണ്ടുപേർക്കും പ്രൈവറ്റ് ആയിട്ട് ഓരോ മുറി തന്നിരിക്കുന്നത്. പുറത്തു പോയിട്ട് എന്തെങ്കിലും തോന്നിയാസം ഒപ്പിക്കാനാണ് പരിപാടി എങ്കിൽ അത് നടക്കില്ല. നിനക്ക് ആയുസിൽ പേടിയില്ലെങ്കിൽ ഞങ്ങൾക്കുണ്ട്. ഇവിടെ പറ്റാത്ത പണി വെളിയിൽ പോയി പറ്റിക്കാന്നാ. മിഴിച്ചു നോക്കാതെ വണ്ടി വിടറ. ഞാൻ ഇന്നലെ ബാങ്കിൽ വന്നിരുന്നു. ജെയിംസ് കുട്ടി അപ്പൊ വീട് നോക്കാൻ പോയെന്ന് പറഞ്ഞു. ഒരു വാടക വീട് നോക്കാൻ പോയതാ. മാസം 3000 രൂപ വേണമെന്ന്. തൽക്കാലം വേണ്ടെന്ന് വെച്ചു. ലോഡ്ജിൽ തന്നെ താമസിക്കാം. എന്റെ ലോണിന്റെ കാര്യം ഒന്ന് വേഗം ശരിയായി തരണം. ഞാൻ ഈ ബ്രാഞ്ചിലേക്ക് വന്നിട്ട് ഇപ്പൊ ഒരാഴ്ചയല്ലേ ആയുള്ളൂ. ധൃതി വെക്കാതെ ശരിയാക്കി തരാം. താൻ ചെല്ല്. സോറി. It's all right. നിനക്കെന്നെ മനസ്സിലായില്ല അല്ലേ? തെമ്മാടിത്തരം കാണിക്കുന്നു. മാണിക്കശ്ശേരിയിലെ പെമ്പിളരെ പറ്റി നീ എന്താടാ വിചാരിച്ചത്? മാണിക്കശ്ശേരിയിലെ പെണ്ണോ? ഇത് കളത്തിൽ പറമ്പിലെ ഡേസിയാ. പറഞ്ഞു കൊടുക്ക ഡേസി, നീ ആരാണെന്ന്. ഞാൻ ഡേസി ഒന്നുമല്ല, മായ. മായ? താൻ എന്ത് മയക്ക് മരുന്ന് കൊടുത്താടോ ഈ പെൺകുട്ടിയുടെ മനസ്സിലാക്കിയത്? എന്താ? എന്ത് പറ്റിയ എന്തിന്? കാര്യമുണ്ട്. എന്ത് പറ്റി മായ? ഇയാളെന്റെ കൈ കയറി പിടിച്ചു. പിടിക്കും, ഇനിയും പിടിക്കും. പിടിക്കാൻ എനിക്ക് അധികാരമുണ്ട്. ഇവൻ ഞങ്ങളെ പെണ്ണിനെ കയറി പിടിച്ചു. ഉണ്ണി വണ്ടി കയറ്. കോവിലത്തേക്ക് വാടോ. നേരെ എത്രയായി? ആ കുട്ടികളെ ഇതേവരെ കണ്ടില്ലല്ലോ. നല്ലൊരു ദിവസമായിട്ടെ ആ രാമനും അവരോടൊപ്പം കളിച്ചു നടക്കായിരിക്കും. കളിക്കട്ടെ മുത്തശ്ശി, തമ്പുരാൻ അതിന് വലിയ പ്രായമൊന്നും ആയിട്ടില്ലല്ലോ. ഇന്നത്തെ വിശേഷത്തെ കുറിച്ച് അവരാരും ഓർത്തിട്ടുണ്ടാവില്ല. ദേ കാറ് വരുന്നുണ്ട്. നടന്ന കാര്യങ്ങളൊന്നും മുത്തശ്ശി അറിയണ്ട. ഇത്രയും നേരം നിങ്ങൾ എവിടെയായിരുന്നു? ഇതെന്താ നിന്റെ ഷട്ടിലൊക്കെ? അതെ, കടപ്പുറത്ത് ഞാനും ഉണ്ണിയും മായും കൂടി ചിരിച്ച് കളിച്ച് മറിഞ്ഞ് ശരിക്കും മേടിച്ചു. പുതുക്കനായിട്ട് നിന്റെ കളി ഇച്ചിരി കൂടുന്നുണ്ട്. എല്ലാരും പോയി കുളിച്ചിട്ട് ശുദ്ധമായിട്ട് വന്നോളൂ. എന്താ മുത്തശ്ശി, വല്ല പൂജയോ വഴിപാടോ ഉണ്ടോ? മറന്നോ നീയേ? ഇന്ന് പൂത്തിരുവാതിരയല്ലേ? ഇവരുടെ മംഗല്യം കഴിഞ്ഞിട്ട് ആദ്യത്തെ തിരുവാതിര. അപ്പൊ കേമായി തന്നെ ആയിക്കോട്ടെ അല്ലേ അമ്മാവ? പിന്നെ മുത്തശ്ശിയുടെ തിരുവാതിര കളി കണ്ടിട്ട് ശികാലായി. നീ അടി വാങ്ങിക്കേ എന്റെ കയ്യിന്ന്. പിന്നെ ഇയാളോട് വരുന്നു. ആരാ? ഏതാ ഇയാള്? ആള് മാറി തന്നോ അതോ വട്ടാണോന്ന് അറിയില്ല. വെറുതെ മായയുടെ പിന്നാലെ നടന്ന് ശല്യം ചെയ്യുന്നു. ഓഹോ, ആ കുട്ടിയകത്തേക്ക് വെക്കോളൂ. നിന്നോടല്ല, മായയോട്. അതെ, ആ ഡേസി ഒന്ന് വിളിച്ചേ. താൻ അടി വാങ്ങിട്ടേ പോകുന്ന ശബ്ദം ചെയ്താണ് എനിക്ക്. അത് തന്നെ എനിക്കും പറയാനുള്ളത്. നിനക്ക് നേരത്തെ കിട്ടിയത് പോരല്ലേ? അടിക്കടാ, അടി അടി. തന്നോടല്ലേ പറഞ്ഞത് അത് ഡേസി അല്ല മായാണെന്ന്? നിങ്ങൾ എന്നെ ഒഴിവാക്കാൻ വേണ്ടി കള്ളമൊന്നും പറയണ്ട. എനിക്ക് വർഷങ്ങളായി അറിയാവുന്ന പെൺകുട്ടിയാണ് ആ പോയ ഡേസി. ചങ്ങനാശ്ശേരിയിലാണ് അവളുടെ വീട്. അപ്പന്റെ പേര് ഫിലിപ്പോസ്, അമ്മച്ചിയുടെ പേര് സാറാമ്മ. ഇനിയും തെളിവുകൾ വേണോ? പഠിച്ചത് സെന്റ് തെരേസാസ് കോൺവെന്റിൽ, ഡിഗ്രിക്ക് SD കോളേജിൽ, ഇടവകപ്പള്ളി സെന്റ് തോമസ് ചർച്ച്. ഞാൻ വേണമെങ്കിൽ അവളുടെ മാമോദിസ മുഖ്യ ഡേറ്റ് വരെ പറയാം. വേണോ? എന്താ ഇയാളീ പറയണേ? അറിയുന്നേ ഡോ, ആ കുട്ടിക്ക് ഒരു മുത്തച്ഛൻ മാത്രമേ ഉള്ളൂ, ശ്രീമംഗലത്ത് മാധവനുണ്ണി മേനോൻ. ഞങ്ങൾ ആ കുട്ടിയുടെ തറവാട്ടിൽ ചെന്ന് അദ്ദേഹമായിട്ട് സംസാരിച്ചിട്ട് ആ കുട്ടി ഇങ്ങോട്ട് കൊണ്ടുവന്നു. അല്ലാതെ താൻ പറയുന്ന പോലെ കോട്ടയത്തോ ചങ്ങനാശ്ശേരിയിലുള്ള നസ്രാണി പെണ്ണൊന്നും അല്ല. തനിക്ക് സൂര്യാണ്ട എന്ത് പറയാതെ എനിക്ക് അവളോടാണ് സംസാരിക്കാനുള്ളത്. ഇയാളൊന്ന് പുറത്തു പോകുന്നുണ്ടോ? ഞങ്ങളുടെ പെണ്ണിനെയും കൊണ്ടേ ഞാൻ പോവും. ദേ, എല്ലാത്തിനും ഞാൻ അകത്താക്കും.
രാമൻ പറഞ്ഞത് ശരിയാ. ഇയാക്കേ ബുദ്ധിസ്ഥിരത ഇല്ലെന്നാ തോന്നണത്. പണിക്കരെ ഈ ഭ്രാന്തനെ പിടിച്ച് പുറത്താക്ക്. ഭ്രാന്ത് നിന്നെ മറ്റവനാടാ. നോക്കി നിൽക്കാതെ ഇയാളെ പിടിച്ച് പുറത്താക്കണം പണിക്കരെ. ബലം പ്രയോഗിക്കരുത്. ഞാനൊരു ബാങ്ക് ഓഫീസറാണ്. ഡേസി, എല്ലാറ്റിനും പരിഹാരം ഉണ്ടാക്കാം. ഡേസി, സമാസമായി. ഞാനല്ലേ പറയണത്. എന്താ പണിക്കരെ, അയാള് കുഴപ്പം വല്ലതും ഉണ്ടാക്കിയോ? ഏയ്, ആളത്ര കുഴപ്പക്കാരനാണെന്ന് തോന്നുന്നില്ല. പക്ഷേ ചില കാര്യങ്ങളൊക്കെ പറയണ കേട്ടപ്പോ എന്തോ പന്തികേടുള്ള പോലെ തോന്നുന്നുണ്ടല്ലോ തമ്പുരാട്ടി. അയാൾക്ക് തലയ്ക്ക് നൊസ്സാന്ന് പറഞ്ഞത് ചിലപ്പോ നേരായിരിക്കും. അതല്ല, എന്റെ പഴമനസ്സില് വേറെ ചില സന്ദേഹങ്ങള്. എന്താന്ന് വെച്ചാ തുറന്ന് പറയൂ പണിക്കരെ. അത് മായമോളെ പറ്റി തന്നെയാ. നമുക്ക് മേപ്പാടിനെ ഒന്ന് വരുത്തിയാലോ? അതിനും വേണ്ടി ഇപ്പൊ ഇവിടെ എന്താ ഉണ്ടായേ? വ്രതം നോറ്റിരിക്കുന്ന മേപ്പാടിനെ ചെന്ന് ശല്യം ചെയ്യേണ്ട കാര്യമുണ്ടോ? സമയമാവുമ്പോ ഇങ്ങ് വന്നേക്കാന്ന് കൽപ്പിച്ചല്ലേ പോയത്. താഞ്ചെന്നേ ആ സാവിത്രിയോടെ എന്റെ സഹചരാതി കുഴമ്പ് ഇങ്ങ് കൊണ്ടുവരാൻ പറയൂ. ഓ, മുത്തശ്ശിയുടെ കുഴമ്പാ. പിന്നെ പണിക്കരമ്മാന് വല്ല സംശയം ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചോളൂ കേട്ടോ. എല്ലാം ഞാൻ തീർത്തു തരാം. ബോള് മായച്ചിടേ ചെന്നു. ഞങ്ങളുടെ പന്തതാ മായേച്ചി. ദേ ഇവിടെ കളിക്കരുതെന്ന പണിക്കരമ്മോൻ പറഞ്ഞിരിക്കണേ. മുത്തശ്ശി പറഞ്ഞല്ലോ കളിച്ചോളാൻ. പണിക്കരമ്മോന് കുശുമ്പാ. ഞാൻ പന്ത് തരാം. പക്ഷേ മാളൂട്ടിയോട് ഒരു കാര്യം പറഞ്ഞ് കേക്കോ? എന്ത് വേണേ കേക്കാം. പന്ത് തന്നാ മതി. ദാ നിങ്ങൾ പോയി കളിച്ചോ. ഞാൻ മാളൂട്ടിയോട് ഒരു സൂത്രം പറയട്ടെ. എത്ര കഷ്ടപ്പെട്ടാണെന്നോ ഞാൻ ഈ ഏലസ് അഴിച്ചെടുത്തത്. മായച്ച് പറഞ്ഞ പോലെ എനിക്ക് ചോക്കോബാർ മേടിച്ചു തരണം. തീർച്ചയായും മേടിച്ചു തരാം. കുട്ടിയാ ഇത് ചെയ്തെന്ന് ആരെങ്കിലും കണ്ടോ? ആരും കണ്ടില്ല. എന്നാ പിടിച്ചോ. എന്റെ കയ്യിൽ തരണ്ട. മോള് തന്നെ കുളത്തിലേക്ക് ഇട്ടേക്ക്. ഇതാ ഞാൻ പറഞ്ഞ കോവിലകം. തലയ്ക്കകത്ത് യാതൊരു മൂളയില്ലാത്ത കുറെ തമ്പുരാക്കന്മാരാ ഇവിടെ ഉള്ളത്. ഡേസിയെ കാണാൻ പോലും ചിലപ്പോൾ അവർ സമ്മതിച്ചില്ല എന്ന് വരും. നമ്മുടെ പെങ്കൊച്ചിനെ വിട്ടു തന്നില്ലെങ്കിൽ നമുക്ക് ചങ്ങനാശ്ശേരി നാളെ ഇറക്കാം. അല്ലെങ്കിൽ എറണാകുളത്ത് പറ്റിയ ടീമുണ്ട്. എന്നതാ തോമാച്ച ഇത്? തല്ലിനും ഗുണ്ടായുസത്തിനൊന്നും പോണ്ട. അവള് നമ്മുടെ ഡെയ്സി മോള് തന്നെയാണെങ്കിൽ ഈ നാട്ടിൽ നിയമം പോലീസൊക്കെ ഇല്ലേ? എന്തൊക്കെ ചെയ്താലും നാലാൾ അറിഞ്ഞാൽ നമ്മുടെ പെങ്കൊച്ചിനെ നാണക്കേട്. കാര്യങ്ങളൊക്കെ അങ്ങ് നയത്തി പറഞ്ഞു തീർത്താ മതി. അമ്മച്ചി പറഞ്ഞാ എന്റെ ശരി. ഇല്ലെങ്കിൽ കല്യാണ പെണ്ണൊരു ഒളിച്ചോട്ടം കഴിഞ്ഞ് വന്നതാണെന്ന് നാട്ടുകാരറിഞ്ഞാ ഏറെ നാണക്കേട് എനിക്കാ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മൂളയില്ലാത്തത്, അതിലൊരു തമ്പുരാനാ വരുന്നത്. മോളെ ഞാനിപ്പോ ശരിയാക്കി തരാം. നീ ശരിയാക്കാനൊന്നും പോണ്ട. ഇവിടെ ഉള്ളവന്മാരെല്ലാം ഒരു വിവരമില്ലാത്ത ഭ്രാന്തന്മാരാ. ദേ വന്നു. ഭ്രാന്ത് നിന്റെ ഈ നിൽക്കുന്ന തന്തക്കടത്തേണ്ടി. ഞാനിവന്റെ തന്തയല്ല. എന്നാ നിന്റെ തന്തക്കടത്തേണ്ടി. എന്താ ഭ്രാന്ത് ആശുപത്രിയിൽ നിന്ന് ഒളിച്ചോടി വന്നിട്ട് നാട്ടിലുള്ള മാന്യമാരെ മുഴുവൻ ഭ്രാന്താന്ന് വിളിച്ച് അധിക്ഷേപിക്കേ. ഇവരൊക്കെ ആരാ? നിന്റെ കൂടെ ഭ്രാന്ത് ആശുപത്രിയിൽ നിന്ന് ഒളിച്ചോടി വന്ന ഭ്രാന്തന്മാർ. അച്ചായ, ഞാൻ പറഞ്ഞില്ലേ മറ്റേത്? എന്താ പറഞ്ഞേ? ഞങ്ങൾ ഇത് ഫാമിലി പ്രശ്നം പറഞ്ഞ താൻ ഒരു കാര്യം മനസ്സിലാക്കി. ഒരാൾ എന്തെങ്കിലും ഒന്ന് പറഞ്ഞ
അത് സത്യമാണോ കള്ളമാണോ എന്ന് അന്വേഷിക്കാനുള്ള സാമാന്യ ഭ്രാന്തെങ്കിലും വേണം. ഇങ്ങോട്ട് നോക്കി, അല്ലാതെ സത്യം പറയുന്നവനെ പിടിച്ച് പടിക്ക് പുറത്താക്കിയല്ല വേണ്ടത്. നിന്നെ പിടിച്ച് പടിക്ക് പുറത്താക്കല്ല, പോലീസിനെ വിളിച്ച് ഏൽപ്പിക്കാൻ വേണ്ടത്. ഞാനാണ് ഡെയ്സിയുടെ അപ്പച്ചൻ ഫിലിപ്പോച്ചൻ. ഇത് അമ്മച്ചി സാറാമ്മ. ഇത് തോമാച്ചൻ, അവളുടെ ഇച്ചായൻ. അപ്പൊ ഈ അവതാരോ? അവതാരം എന്റെ എടോ, ഞാൻ കെട്ടാൻ പോകുന്ന പെണ്ണാവള്, അറിയൂ? ഏതവള്? താൻ പറയുന്നൊന്നും എനിക്ക് മനസ്സിലാവണില്ല. ഞങ്ങളെ മാനവും മര്യാദയായിട്ട് ജീവിക്കാൻ താൻ സമ്മതിക്കില്ലേ? മാനവും മര്യാദയ്ക്കും ജീവിച്ച പെണ്ണിനെ ഒരു മന്ത്രവാദിയെ കൊണ്ട് മയക്കെടുത്ത് നിങ്ങളാ. ഡെയ്സി ഒന്ന് കാണിച്ചു തന്നാ മതി. വിവരങ്ങളൊക്കെ അവളെ കൊണ്ട് തന്നെ പറയിക്കാം. ഹേ സ്ത്രീയെ, ഇവിടെ നിങ്ങളുടെ മകളില്ല. ഇത് കോവിലകമാണ്. ഇവിടെ ക്രിസ്ത്യാനികളെ താമസിപ്പിക്കില്ല. എടോ ചെട്ടിയാരെ, താൻ കൂടുതൽ വർത്തമാനം പറയാതെ പെണ്ണിനെ കൊണ്ടുവിടും. അച്ഛൻ നിന്നേ, ആ ആൽബോഞ്ഞിട്ടെടുത്ത് ഇത് നോക്ക്. നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന പെണ്ണ് ഞങ്ങളുടെ ഡെയ്സി തന്നെയാണെന്ന് ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നോക്ക്. ഇപ്പൊ മനസ്സിലായോ ആർക്കാ ഭ്രാന്തം? പറക്കണോണ്ടോ? നമ്മളിങ്ങനെ ഇവിടെ വന്ന് ഈ ഹോട്ടലിൽ താമസിച്ചിട്ട് ഒരു ഗുണവുമില്ല. കാര്യങ്ങൾ കുഴയുന്ന ലക്ഷണമാണ്. അവിടെ എന്തോ അമാനുഷിക ശക്തി ഉണ്ടെന്നുള്ള കാര്യത്തിൽ എനിക്ക് ഒരു സംശയമില്ല. ഈ ശക്തി കാരണം നിനക്കങ്ങനെ തോന്നിയായിരിക്കുമോ ജെയിംസേ? അവിടെ കണ്ട നമ്മുടെ ഡെയ്സി മോളെ തന്നെയാണോ? അച്ഛൻ ഒരുമാതിരി ചൊറിയുന്ന വർത്താനം പറയരുത്. ഞാൻ അത്ര കൊച്ചുകുട്ടിയാണോ? എന്റെ കണ്ണിന് ഞാൻ നേരിട്ട് കണ്ടതല്ലേ ഡെയ്സിയെ. ഇനി പബ്ലിസിറ്റി ആവുമോ എന്ന് ഭയന്നിട്ടൊന്നും കാര്യമില്ല. നമുക്ക് പ്രശ്നം നിയമപരമായിട്ട് കൈകാര്യം ചെയ്താലോ? ഇനി ആ വഴിക്ക് തന്നെ അങ്ങ് ചിന്തിക്കുന്നതായിരിക്കും നല്ലത്. നമുക്ക് പോലീസിൽ അറിയിക്കാം. അമാനുഷിക ശക്തി എന്നൊക്കെ പറഞ്ഞാൽ പോലീസ് എന്നാൽ ഇതൊക്കെ തന്നെയല്ലേ സ്ഥിതി. പിന്നെ ഇതുപോലെ പത്രവാർത്ത എങ്ങനെ പോയാൽ? ഇങ്ങനെ അങ്ങ് പേടിച്ചാലോ? നിനക്കിത് പറഞ്ഞ മനസ്സിലായില്ല. ഇപ്പൊ തന്നെ ഡെയ്സി ഓരോരുത്തർ തിരക്കുമ്പോൾ മൈസൂരിലെ എന്റെ പെങ്ങളുടെ വീട്ടിലാണെന്നാ പറയുന്നത്. 4 ആൾ അറിഞ്ഞാ പിന്നെ എന്റെ കുടുംബം കൂട്ടത്തോട് ആത്മഹത്യ ചെയ്യുന്നതാണ് നല്ലത്. പിന്നിപ്പോ എന്ത് ചെയ്യാനാ ഉദ്ദേശം? ഏതായാലും മുള്ളിനെ മുള്ളുകൊണ്ടെടുക്കണമെന്നാണല്ലോ പ്രമാണം. ആ വഴി ഒന്ന് ആലോചിച്ച് നോക്കാം. എങ്ങനെ? കടമറ്റത്ത് കത്തനാരച്ചന്റെ പരമ്പരയിൽപ്പെട്ട ഒരു ഫാദറുണ്ട്. എത്ര കൊടിയ ബാധയും കുരിശേൽ നിർത്തുമെന്നാ കേട്ടത്. ചെകുത്താന്മാരെ ഒഴിപ്പിക്കുന്നത് കൊണ്ട് അദ്ദേഹത്തെ അറിയപ്പെടുന്നത് ചെകുത്താനച്ചൻ എന്ന പേരില്ല. അത്ര വലിയ മന്ത്രവാദിയാ അദ്ദേഹം. മന്ത്രവാദി മാത്രമല്ല, ലോക പ്രശസ്തനായ സൈക്കാട്രിസ്റ്റ് കൂടിയാ. എങ്കിൽ നമുക്ക് എത്രയും പെട്ടെന്ന് ആ ചെകുത്താനച്ചനെ കാണാം. ഈ ചെകുത്താനച്ചന്റെ മേട ഇതല്ലേ? ചെകുത്താനച്ഛനോ? അങ്ങനെ വിളിക്കരുത് കുഞ്ഞാടെ. അത് അച്ഛന്റെ ഇരട്ട പേരാകുന്നു. അവിശ്വാസികളാണ് അങ്ങനെ വിളിക്കുന്നത്. വിശ്വാസികൾ ഡോക്ടർ മികായലച്ച എന്നെ വിളിക്കൂ. ഒരു ബാധ കയറിയ കേസ് ഉണ്ടായിരുന്നു. അച്ഛനൊന്ന് കാണണമല്ലോ. ഇയാളെ കണ്ടപ്പോഴേ എനിക്ക് തോന്നി. എനിക്ക് കുഴപ്പമൊന്നുമില്ല. ആളെ കൊണ്ടുവന്നിട്ടില്ല. പിന്നെ ആർക്കാ? എല്ലാം മിഖാലച്ചനോട് ഞങ്ങൾ പറഞ്ഞോളാം. ഓ, കയറി വരൂ കുഞ്ഞാടുകളെ. പിന്നെ ശ്വാസം കർത്താവേ, നിനക്ക് നന്ദി. സംശയിച്ചതുപോലെ ആ പെൺകുട്ടി നിങ്ങളുടെ മകൾ ഡെയ്സി തന്നെ. വരൂ, ഇങ്ങോട്ടിരിക്കൂ. വീട്ടിൽ നിന്ന് പോകുന്നതിന് മുൻപ് അവളിൽ എന്തെങ്കിലും പ്രകടമായ മാറ്റങ്ങൾ കണ്ടിരുന്നോ? ഉവച്ചോ, ഒരു സ്റ്റഡി ടൂറിന് പോയി വന്നതിന് ശേഷം ഡെയ്സി മോളിൽ ആകെ മാറ്റമായിരുന്നു. പിറ്റേന്നൊരു ഡോക്ടറെ കാണിക്കാമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാ അന്ത് വെളുപ്പിന് മോളെ കാണാതാവുന്നു. ഇത് പ്രേതബാധയാണോ വെച്ചോ, അതോ വേറെ വല്ല അസുഖമാണോ? വിശ്വസിക്കുന്നവർക്ക് ഇത് പ്രേതബാധ തന്നെയാണ്. മെഡിക്കൽ സയൻസിൽ ഡിസോസിയേറ്റീവ് ന്യൂറോസിസ് എന്നോ മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി എന്നോ ഇതിനെ പറയാം. കൺവേർഷൻ റിയാക്ഷൻ അല്ലെങ്കിൽ പൊസസീവ് റിയാക്ഷൻ എന്ന് പറയുന്ന വേറൊരു തരം അസുഖവും ഉണ്ട്. എനിവേ, all these diseases are different versions of hysteria.
അപ്പൊ ഇത് പ്രേതബാധ അല്ലെന്നാണോ അച്ഛൻ പറയുന്നത്? നിങ്ങളെ പോലുള്ള പീപ്പിൾസ് ഇതിനെ പ്രേതബാധ എന്ന് പറയും. വേറെ ചില മണ്ടന്മാർ ഇതിനെ സൈക്കാട്രിസ്റ്റ് കേസ് എന്ന് പറയും. നിങ്ങളുടെ ഭാഷയിൽ ഇത് രണ്ടുമല്ലാതെ മറ്റെന്താണ് പറയുക? അങ്ങനെ ചോദിച്ചാൽ എനിക്കറിയില്ല. ഫാദർ പറയും. ആട്ടെ, കഴിഞ്ഞ ദിവസം ആരാ ഈ കുട്ടിയെ കണ്ടെന്ന് പറഞ്ഞത്? ഞാനാണച്ചോ. എന്നെ കണ്ടിട്ട് അവൾ തിരിച്ചറിഞ്ഞതേ ഇല്ല. നിങ്ങൾ കുട്ടിയുടെ ആരാ? ഞാൻ ഇവരുടെ കുടുംബ സുഹൃത്താ. പിന്നെ ഇവന് വേണ്ടി കല്യാണം പറഞ്ഞു വെച്ചിരുന്നത് എന്റെ മകളെ. മനസ്സ് ചോദ്യം നടത്താൻ ഡേറ്റ് നിശ്ചയിക്കുന്നതിനിടയിലാ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. ആ, ഈ കുട്ടിയെ ഉടനെ തന്നെ ഇവിടെ ഒന്ന് എത്തിക്കാൻ പറ്റുമോ? അതാണ് പ്രശ്നം. ഫാദർ ഒന്ന് അവിടം വരെ വന്നാൽ. ആ, ഇല്ല, ഞാൻ കുറെ കാലമായി വെളിയിൽ പോയി പേഷ്യൻസിനെ നോക്കാറില്ല. എന്റെ മോളുടെ ജീവിതമാണ് എനിക്ക് വലുത്. അവളെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കണം. അച്ഛനെ കൂടി കൈയൊഴിഞ്ഞാൽ ഞങ്ങൾക്ക് വേറെ ആശ്രയമില്ല. എടോ വെട്ടുകുഴി, ഫാദർ, തനിക്ക് ആ കുട്ടിയെ പോയി ഒന്ന് കൊണ്ടുവരാൻ സാധിക്കുമോ? അച്ഛന്റെ പ്രാർത്ഥനയും അനുഗ്രഹമുണ്ടെങ്കിൽ ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം ഫാദർ. ദാ, ഇത് കൈമാറാതെ വലതു കൈയിൽ തന്നെ സൂക്ഷിക്കണം.